പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവോ സർ? എന്ന് ഇങ്ങനെ പല കേന്ദ്രങ്ങളും പറയുന്നു. കാരണം ഇവർ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും, അതായത് കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, പിന്നെ ഇദ്ദേഹം സതീഷ്, വി ഡി വി ഡി സതീഷ്, സതീശൻ. ഇവർ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പിസം അതിൻ്റെ പഴയ രൂപത്തിൽ തലപൊക്കും കേരളത്തിൽ. ഏറ്റവും നല്ല കാര്യം ഇവർക്ക് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിടുക എന്നുള്ളതാണ്. ഭയങ്കര വൈരാഗ്യം ഉള്ളുണ്ട്. ഇപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വൈരാഗ്യത്തിനേക്കാളും ഭയങ്കരമാണ് വേണുഗോപാലും സതീശനും, അല്ല വേണുഗോപാലിനും രമേശും തമ്മിലൊക്കെയുള്ള വൈരാഗ്യം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നാമത് കേരളത്തിനെ പറ്റി ഒരു പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. കേരളത്തിൻ്റെ ദേശീയ അനിമൽ, മൃഗം, അല്ലെങ്കിൽ ആനയോ കടുവയോ പുലിയോ കരിമീനൊന്നുമല്ല, ഞണ്ടാണ്. അങ്ങനെ ഞണ്ടുകളെ പിടിച്ചൊരു പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ഞണ്ട് പൊങ്ങി പാത്രത്തിൻ്റെ വശം പിടിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ മറ്റ് ഞണ്ടുകളൊക്കെ ചെന്ന് ആ ഞണ്ടിനെ പിടിച്ച് താഴ്ത്തിടും. അപ്പോൾ ആ രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ സ്വഭാവവും. പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടുന്ന് ദിവസം പോകുമായിരുന്നില്ലേ പ്രതിനിധികൾ, കരുണാകരൻ ശരിയല്ല, കരുണാകരനെ മാറ്റണം എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ മാറ്റിയിട്ടാണ് ആൻ്റണീനെ കൊണ്ടുവന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ വിടാം നമുക്ക്. കരുണാകരൻ ആ സമയത്ത് അധികാരത്തിൽ നിന്ന് മാറ്റേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കരുണാകരൻ രാജൻ കേസിൽ കരുണാകരനെ രാജിവെക്കേണ്ടി വന്നു. കേസിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കരുണാകരന് മുഖ്യമന്ത്രി പദം തിരിച്ചു കൊടുത്തുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നന്ദികെട്ട ആൾക്കാർ കോൺഗ്രസിനകത്ത് കുറേ പേരുണ്ട്. ഇപ്പോൾ ഇവരെ എല്ലാവരെയും യൂണിഫൈ ചെയ്ത് നിർത്താനായിട്ട് കഴിവുള്ള 3 വ്യക്തികളെ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളൂ. ഒന്ന് കെട്ടിലമ്മ സോണിയാഗാന്ധി, പിന്നെ 2 പ്രിയങ്ക ഗാന്ധി, 3 രാഹുൽ ഗാന്ധി. ഇവർ 3 പേരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പിസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും പ്രിയങ്കേനെയോ സോണിയേനെയോ രാഹുൽ ഗാന്ധിനെയോ സപ്പോർട്ട് ചെയ്യും. രാഹുൽ ഗാന്ധി ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു പ്രധാന നേതാവാണല്ലോ. അദ്ദേഹം ലോക്സഭാ നേതാവാണ്. ഇപ്പോഴും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഓരോ പുസ്തകം പബ്ലിഷ് ചെയ്തതിൽ നരവാനയുടെ പുസ്തകം, അല്ലെങ്കിൽ പിന്നെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഫോൺ ചോർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രമല്ല, ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ആളായിരിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് ഡൽഹിയിൽ പിടിപ്പത് ജോലിയുണ്ട്. പാർലമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്ത്യ ഗവൺമെൻറ് നല്ല രീതിയിലാണോ പ്രവർത്തിക്കണേ, മോദി വഴി തെറ്റിപ്പോകുന്നുണ്ടോ, RSS ഇടപെടുന്നുണ്ടോ, ഇതൊക്കെ നോക്കുന്ന ചുമതല അദ്ദേഹത്തിനാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. അപ്പോൾ അത് വിട്ടിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു തോന്നുന്നില്ല. ഇപ്പോൾ പ്രിയങ്കയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രിയങ്ക കാണാൻ നല്ല സുന്ദരിയാണ്. നീണ്ട മൂക്കും നീണ്ട കണ്ണുകൾ ഇതെല്ലാം കൊണ്ട്. അപ്പം ഇന്ദിരാഗാന്ധിയുടെ അതൊക്കെ ചുമ്മാ പറയണം. ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് കണ്ടത് എനിക്കറിയാൻ പാടില്ല. അവർ പറയണേ ഇവർക്ക് വളരെ അതിമനോഹരമായ മൂക്കാണ് അവർക്ക്. കണ്ണുകളാണെങ്കിൽ നല്ല കമലദളം പോലത്തെ കണ്ണുകളാണ് എന്നൊക്കെ പറയണ കേൾക്കാം. അവർക്ക് പിന്നെ നല്ല വിവരമുണ്ട്, നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ആഗോള വിഷയങ്ങളൊക്കെ പറ്റി അവർക്ക് നല്ല പിടിപാടാണ്. അവർ പാർലമെൻറ്റിൽ വരുമ്പോൾ ഹമാസിൻ്റെയോ പാലസ്തീൻ്റെയൊക്കെ ബാഗ് ഓരോ ദിവസം കഴുതി കെട്ടി തൂക്കിക്കൊണ്ടാണ് വരുന്നത്. ഭരണകക്ഷിക്കാണെങ്കിൽ അവരെ പേടിയാണ്. പക്ഷെ അവർ ഗ്രൂപ്പിസത്തിനും ഇതിനൊക്കെ എതിരാണ്. അപ്പോൾ അവർ കേരള മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് അവർ വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അവരെ കേരളത്തിലെ ആൾക്കാർക്ക് വളരെയധികം അവർക്കൊരു അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യതയുണ്ട്, കോൺഗ്രസ്സുകാർക്കും പിന്നെ മുസ്ലിം ലീഗുകാർക്കും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്. കാരണം ഇവർക്കൊരു മുസ്ലിം പശ്ചാത്തലം ഉണ്ടല്ലോ. നെഹ്റു ഒരു മുസ്ലിമിൻ്റെ മകനാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് നന്നായിട്ട് മുസ്ലിങ്ങൾക്ക് അറിയാം. തൽക്കാലം ഒരു പ്രിയങ്ക എന്നൊക്കെയുള്ള പേര് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ, ഇവർ കേരള മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഒരു വൻ മാറ്റത്തിന് വിധേയമാവും. അതുമാത്രമല്ല, അങ്ങ് ഓർക്കുന്നുണ്ടോ പ്രിയൻ, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു എവിടെയാണ്ട് കൊയിലാണ്ടിയിലോ കോട്ടയത്ത് എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് നേതാക്കന്മാർ? ഒന്ന് ജബി മേത്തർ,
പിന്നെ ഷമ മുഹമ്മദ്, പിന്നെ വേറൊന്നുള്ളത് വേറെ ഷാനിമോൾ ബിന്ദു ഉസ്മാൻ. കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ അവർക്കൊക്കെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ളൊരു സ്വീകാര്യത മറ്റ് ഗ്രൂപ്പുകാർ കൊടുക്കുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പ്രിയങ്കയ്ക്കാണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പുകളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഗ്രൂപ്പ് അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പ്രിയങ്ക മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഇവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കും. ഗുജറാത്തിലും നരേന്ദ്രമോദി ചെയ്തതിലും വലിയ വികസനം അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അവരാണുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഈ കേരളത്തിലെ ഈ വികസനം അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്കും ജനങ്ങളെ അതിശയപ്പെടുത്തും, അത്ഭുതപ്പെടുത്തുക. കാരണം കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ്, അവരുടെ ഭർത്താവാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ, ഈ കച്ചവടം നടത്തുന്ന കാര്യത്തിൽ വളരെ നല്ല നേതാവ്, പരിചയമുള്ള ആളാണ്. റോബർട്ട് വാദ്ര. അദ്ദേഹം ഹരിയാനയിൽ ഭൂമി മേടിച്ചു, രാജസ്ഥാനിൽ ഭൂമി മേടിച്ചു. ഒരു വിലയില്ലാതിരുന്ന ഭൂമി വളരെ തുച്ഛ വിലയ്ക്ക് അദ്ദേഹം മേടിച്ച് മറിച്ചു കൊടുത്ത് അതിൻ്റെ 1000 ഇരട്ടി, 1000 മടങ്ങ് വില ആ ഭൂമിക്ക് ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തെ ഇപ്പം യൂറോപ്പിലൊക്കെ ഒരു ദ്വീപ് മൊണാക്കോ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, അതിന് സമാന്തരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഉയർത്താൻ പറ്റും. ഓൾറെഡി കേരളം ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഏറ്റവും വികസിത സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നതെന്നാണ് പിണറായി വിജയൻ സാർ പറഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേ. പിന്നെ അത് മാത്രമല്ല, യൂറോപ്പിലെ റോഡുകൾ പോലെയാണ് അമേരിക്കയിലെ റോഡുകളും മറ്റും ഒന്നുമല്ല, കേരളത്തിലെ റോഡുകളാണെങ്കിൽ വിശ്വോത്തര റോഡുകളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഈ കേരളത്തിലിപ്പോൾ ഇപ്പോഴത്തെ ആണെങ്കിൽ അവയവദാനമായിട്ട് ബന്ധപ്പെട്ട പല ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പോയി മെഡിക്കൽ ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയി കിഡ്നിയൊക്കെ പറിച്ചെടുത്ത് പൈസ ഉള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ നല്ല നല്ല ഫ്ലറിഷിങ് ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ കേരളത്തിൽ വർദ്ധിക്കും. പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുതലാളി 3.5 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പോൾ ആ 3.5 ലക്ഷം കോടി രൂപ ഇപ്പോൾ 5 ലക്ഷം കോടി രൂപേൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവുകയെ. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളം ആദ്യം there will be a jump in Kerala's social, economic and cultural development. അപ്പോൾ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി എന്നുള്ളൊരു ബ്രാൻഡ് നെയിമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, കേരളം എത്രമാത്രം പുരോഗതി നേടും 5 വർഷത്തിനുള്ളിൽ നിന്ന് ആലോചിച്ച് നോക്കൂ സർ. പക്ഷേ ഇത് പ്രിയങ്ക ഗാന്ധി പ്രായോഗികമായിട്ട് നമുക്കത് പറയാം, നമുക്ക് തമാശയ്ക്കും പറയാം. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ കഴിയുമോ? മലയാളം അറിയില്ല, മലയാളം ഭാഷയൊക്കെ നല്ല കാര്യമേ. മലയാളം ഇപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ ആരെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ടല്ലേ. സോണിയാഗാന്ധി ഇന്ത്യയിലെ മൊത്തം നേതാവായില്ലേ. എങ്ങനെ അവർക്ക് ഒരു ഭാഷ അറിയില്ല? ഇറ്റാലിയൻ ഭാഷ ഒഴിച്ച് വേറെ ഒന്നും അറിയില്ല അവർക്ക്, പാവം. അത് എന്തെങ്കിലും ഇപ്പോൾ അത് തന്നെ ഈ പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം ഇറ്റാലിയൻ ഭാഷയിലാണ് എഴുതി കൊടുക്കണേ. അതൊരു പ്രശ്നമൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ, ചാറ്റ് GPT ഒക്കെ ഇല്ലേ, അതിൻ്റെ പുറത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവർ വിരൽ ഞൊടിച്ച് വിളിച്ചാൽ മതി. വ്യവസായികളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രമാത്രം കാസർഗോഡ് തൊട്ട് അങ്ങ് പാറശാല വരെ വ്യവസായ യൂണിറ്റുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ പ്രതിസന്ധിയിലാവാൻ പോകുന്ന പക്ഷെ CPM ആണ്. അവർ സഖ്യത്തിലായ ആൾക്കാരാണ്. അവിടെ ചെല്ലുമ്പോഴും മാഡം എന്ന് വിളിക്കുന്നതാണ്, ഇവിടെ വരുമ്പോഴത്തേക്കും വിമർശിക്കേണ്ടി വരില്ലേ? അല്ലല്ല, അവരിപ്പോൾ പ്രതിസന്ധിയിലാവാനായിട്ട് അവരിപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തല്ല ഇരിക്കണം. അവർക്ക് ഇനിയിപ്പോൾ ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാരുണ്ടോ CPM? ഇപ്പോൾ ഗോവിന്ദൻ്റെ ജനങ്ങൾ ഗോവിന്ദനെ മുഖ്യമന്ത്രിയായിട്ട് പ്രിയൻ അംഗീകരിക്കുമോ? അല്ല ഈ പ്രശാന്ത് അംഗീകരിക്കുമോ? ഗോവിന്ദനെ ഒരു ഡ്രിൽ മാസ്റ്ററാണ് അദ്ദേഹം, അതേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അദ്ദേഹത്തിനെ കൊണ്ട് എടുക്കാത്ത ഭാരം എടുപ്പിച്ച് അദ്ദേഹത്തെ ഒരു പരുവാക്കി വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നുള്ളത് ബേബി സഖാവാണ്. ബേബി സഖാവാണെങ്കിൽ തീർച്ചയായിട്ടും ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറയണേ, ചിന്തിച്ച് ഏത് നേരം 24 മണിക്കൂർ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക. എന്നിട്ടും അദ്ദേഹം തമിഴ്നാട്ടിൽ CPMന് 2 സീറ്റ് മേടിച്ചു കൊടുത്തു, ബംഗാളിൽ 2 സീറ്റ് മേടിച്ചു കൊടുത്തു. അപ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ പരിവേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2 MLA മതിയല്ലോ. നഞ്ഞെന്തിനാ നാനാഴി എന്ന് ചോദിച്ചാൽ പോലെ 2 MLA മതിയല്ലോ. ഇപ്പം കുറച്ച് മതി. അതെ, ബേബി സഖാവ് ഫോൺ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവിടെ മറ്റേ പത്രങ്ങൾക്ക്, പാർട്ടി പത്രത്തിന് 15 വർഷമായിട്ട് മുടങ്ങിക്കൊടുത്തിരുന്ന ഗവൺമെൻറ് പരസ്യം കിട്ടി. അവരുടെ പാർട്ടി ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നു. ഇവിടെ ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ ആരുമില്ല. കാരണം ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന മുഴുവൻ
ഈ ജില്ലാ സെക്രട്ടറിമാരൊക്കെയാണ്. അവർ തിരിച്ചുപോയി. പിന്നെ മുസ്ലിം ലീഗുകാരുണ്ട്. അവരാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവും മുസ്ലിം ലീഗുകാർ. എന്ത് ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ എപ്പോഴും തങ്ങളുടെ വീട്ടിൽ പോയിട്ടാണ് കാപ്പി കുടിക്കണം, അതെ അറിയില്ലേ, അതെ അതെ. മലപ്പുറത്തും. അപ്പോൾ അവർ അവരുടെയൊക്കെ പിന്തുണയുണ്ടാവും. ഇപ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ BJPയുടെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. ഇവരിങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ അവസാനം തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്.